നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. ധനവാനായിക്കോട്ടെ, പാവപ്പെട്ടവനായിക്കോട്ടെ, ജാതകത്തിൽ നല്ല നല്ല യോഗങ്ങൾ ഉള്ളവനായിക്കോട്ടെ, പ്രശസ്തി ആർജിച്ചവൻ ആയിക്കോട്ടെ, എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കുകയില്ല. ചില ദിവസങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം മോശവും, ചില ദിവസങ്ങൾ നല്ലതുമായിരിക്കും. കാരണം ഇത് മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രൻ്റെ ചാരഫലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഈ ആഴ്ച എല്ലാ നക്ഷത്രക്കാർക്കും ഈ ചന്ദ്രൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മേടക്കൂറുകാരുടെ 10-ാം ഇടത്തും 11-ാം ഇടത്തും 12-ാം ഇടത്തും 1-ാം ഇടത്തും, അതായത് ജന്മത്തിലും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ ജൂലൈ 15-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 11:57 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് വിജയം, ധനാഗമനം, അതും പല വഴികളിൽ നിന്ന് ധനാഗമനം, മൃഷ്ടാന്ന ലാഭം, ബന്ധുക്കളുമായി കൂടിച്ചേരുവാനുള്ള സാഹചര്യവും ഫലങ്ങളാകുന്നു. ശയന സൗഖ്യവും ഫലങ്ങളാകുന്നു. 15-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 11:57 ശേഷം 18-ാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ 3:38 വരെ അനുകൂലമല്ല. കാര്യതടസ്സം, അമിത ചെലവ്, ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു. അതിനാൽ ഒന്ന് മുൻകരുതൽ എടുക്കുക. ജൂലൈ 18-ാം തീയതി പുലർച്ചെ 3:38 ശേഷം വളരെ അനുകൂലമാകുന്നു. മൃഷ്ടാന്ന ലാഭം, സുഖശയനം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. ഈ ഫലം ശനിയാഴ്ച രാത്രി വരെ സിദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന എടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. എടവക്കൂറുകാരുടെ 9-ാം ഇടത്തും 10-ാം ഇടത്തും 11-ാം ഇടത്തും 12-ാം ഇടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 13-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 6:50 വരെ അനുകൂലമല്ല. കാര്യതടസ്സം, ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു. ആയതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. 13-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 6:50 ശേഷം വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, സുഖശയനം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. ഞായറാഴ്ച വൈകുന്നേരം 6:50 മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ 3:38 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം, ധന ആഗമനം, അതും പല വഴികളിലൂടെയുള്ള ധനാഗമനം, മൃഷ്ടാന്ന ലാഭം, ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും. ഇവയൊക്കെ ഫലങ്ങളാകുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 3:38 മുതൽ അനുകൂലമല്ല. കാര്യതടസ്സം, ധനനാശം, അമിത ചെലവ് ഇവയൊക്കെ ഫലങ്ങളാകുന്നു. ആയതിനാൽ ധനസംബന്ധമായി പ്രത്യേകം മുൻകരുതൽ എടുക്കുക. അടുത്തത് മകീരം അന്ത്യപകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മിഥുനക്കൂറുകാരുടെ 8-ാം ഇടത്തും 9-ാം ഇടത്തും 10-ാം ഇടത്തും 11-ാം ഇടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 15-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 11:57 വരെ അനുകൂലമല്ല. കാര്യതടസ്സം, ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത, അഗ്നിസംബന്ധമായിട്ടുള്ള അപകടങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യത ഇവയൊക്കെ ഫലങ്ങളാകുന്നു. ആയതിനാൽ പ്രത്യേകം സൂക്ഷിക്കുക. ചൊവ്വാഴ്ച രാത്രി 11:57 ശേഷം വളരെ അനുകൂലമാകുന്നു. ശനിയാഴ്ച രാത്രി വരെ കാര്യവിജയം, ധനാഗമനം, മൃഷ്ടാന്ന ലാഭം, സുഖശയനം, സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ധനാഭിവൃദ്ധിയും ഫലങ്ങളാകുന്നു. കൂടാതെ ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും. അടുത്തത് പുണർദം മുക്കാൽ ഭാഗം, പൂയം
ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കർക്കിടകക്കൂറുകാരുടെ 7-ാമിടത്തും 8-ാമിടത്തും 9-ാമിടത്തും 10-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ ഞായറാഴ്ച വൈകുന്നേരം 6:50 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, സുഖശയനം, ലോട്ടറി പോലുള്ളവയിൽ നിന്നും ഒക്കെ സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, ധന ആഗമനം എന്നിവ ഫലങ്ങളാകുന്നു. ഞായറാഴ്ച വൈകുന്നേരം 6:50 മുതൽ 18-ാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ 3:38 വരെ അനുകൂലമല്ല. കാര്യതടസ്സം, ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത, അതുപോലെ അഗ്നിസംബന്ധമായിട്ടും അപകടത്തിനും സാധ്യത ഇവ കാണുന്നു. ആയതിനാൽ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. വെള്ളിയാഴ്ച പുലർച്ചെ 3:38 ശേഷം അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭവും, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കാര്യസിദ്ധിയും ഫലങ്ങളാകുന്നു. ഈ ഫലങ്ങൾ ശനിയാഴ്ച രാത്രി വരെ ലഭിക്കുന്നതായിരിക്കും. അടുത്തത് മകം, പൂരം, ഉത്രം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ചിങ്ങക്കൂറുകാരുടെ 6-ാമിടത്തും 7-ാമിടത്തും 8-ാമിടത്തും 9-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ ചൊവ്വാഴ്ച രാത്രി 11:57 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ശത്രുക്കളുടെ നാശം, രോഗശമനം എന്നിവ ഫലങ്ങളാകുന്നു. കൂടാതെ മൃഷ്ടാന്ന ലാഭവും സുഖശയനവും ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ഇവയൊക്കെ ഫലങ്ങളാകുന്നു. ചൊവ്വാഴ്ച രാത്രി 11:57 ശേഷം അനുകൂലമല്ല. ശനിയാഴ്ച വരെ കാര്യതടസ്സം കാണുന്നു. ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാകുവാനുള്ള സാധ്യതയും അഗ്നിസംബന്ധമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നതിനാൽ ഒന്ന് സൂക്ഷിക്കേണ്ടതാകുന്നു. അടുത്തത് ഉത്രം, മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കന്നിക്കൂറുകാരുടെ 5-ാമിടത്തും 6-ാമിടത്തും 7-ാമിടത്തും 8-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ ഞായറാഴ്ച വൈകുന്നേരം 6:50 വരെ അനുകൂലമല്ല. കാര്യതടസ്സം, മനോദുഃഖം, മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ കാണുന്നു. ഞായറാഴ്ച വൈകുന്നേരം 6:50 മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ 3:38 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശത്രുനാശം, രോഗശമനം, ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, ധന ആഗമനം ഇവയൊക്കെ ഫലങ്ങളാകുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 3:38 മുതൽ ശനിയാഴ്ച രാത്രി വരെ അനുകൂലമല്ല. കാര്യതടസ്സം, പ്രത്യേകിച്ച് അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കുക. അടുത്തത് ചിത്തിര അന്ത്യപകുതി, ചോതി, വിശാഖം, മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. തുലാക്കൂറുകാരുടെ 4-ാമിടത്തും 5-ാമിടത്തും 6-ാമിടത്തും 7-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ ചൊവ്വാഴ്ച രാത്രി 11:57 വരെ അനുകൂലമല്ല. കാര്യതടസ്സം, മനസ്സിന് സുഖമില്ലായ്മ, മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു. ചൊവ്വാഴ്ച രാത്രി 11:57 ശേഷം വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ലോട്ടറി പോലുള്ളവയിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, രോഗശമനം, ശത്രുനാശം എന്നിവ ഫലങ്ങളാകുന്നു. ഈ ഫലങ്ങൾ ശനിയാഴ്ച രാത്രി വരെ സിദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. വൃശ്ചികക്കൂറുകാരുടെ 3-ാമിടത്തും 4-ാമിടത്തും 5-ാമിടത്തും 6-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ ഞായറാഴ്ച വൈകുന്നേരം 6:50 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ധനാഗമനം
ഭാര്യ ഭർത്തൃ സൗഖ്യം, ദാമ്പത്യ സുഖം, ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു. ഞായറാഴ്ച വൈകുന്നേരം 6:50 മുതൽ 18-ാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ 3:30 വരെ അനുകൂലമല്ല. കാര്യതടസ്സം, മാർഗസഞ്ചാരത്തിൽ വിഘ്നം, മനസ്സുഖമില്ലായ്മ എന്നിവ ഫലങ്ങളാകുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 3:38 മുതൽ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ശത്രുനാശം, രോഗശമനം, ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു. ഈ ഫലങ്ങൾ ശനിയാഴ്ച രാത്രി വരെ ലഭിക്കുന്നതായിരിക്കും. അടുത്തത് മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ധനുക്കൂറുകാരുടെ 2-ാമിടത്തും 3-ാമിടത്തും 4-ാമിടത്തും 5-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ ഞായറാഴ്ച വൈകുന്നേരം 6:50 വരെ അനുകൂലമല്ല. കാര്യതടസ്സം, കർമ്മങ്ങൾക്ക് വിഘ്നം, മാനഹാനി എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ആയതിനാൽ ഒന്ന് മുൻകരുതൽ എടുക്കുക. ഞായറാഴ്ച വൈകുന്നേരം 6:50 ശേഷം 15-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 11:57 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ധനാഗമനം, സുഖശയനം, ഭാര്യ ഭർത്തൃ സൗഖ്യം, ദാമ്പത്യസുഖം എന്നിവ ഫലങ്ങളാകുന്നു. ചൊവ്വാഴ്ച രാത്രി 11:57 മുതൽ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. മനസ്സിന് സുഖമില്ലായ്മയും മാർഗസഞ്ചാരത്തിൽ വിഘ്നവും കാണുന്നു. അടുത്തത് ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മകരക്കൂറുകാരുടെ ജന്മത്തിലൂടെയും, അതായത് 1-ാമിടത്തിലൂടെയും 2-ാമിടത്തിലൂടെയും 3-ാമിടത്തിലൂടെയും 4-ാമിടത്തിലൂടെയും ആണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ ഞായറാഴ്ച വൈകുന്നേരം 6:50 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. ഞായറാഴ്ച വൈകുന്നേരം 6:50 മുതൽ 15-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 11:57 വരെ അനുകൂലമല്ല. കാര്യതടസ്സം, മാനഹാനിക്ക് സാധ്യത, ധനനാശവും ഫലങ്ങളാകുന്നു. ആയതിനാൽ പ്രത്യേകം മുൻകരുതൽ എടുക്കുക. 15-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 11:57 മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ 3:38 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ഭാര്യ ഭർത്തൃ സൗഖ്യം, ധനലാഭം, ദാമ്പത്യസുഖവും ഫലങ്ങളാകുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 3:38 മുതൽ അനുകൂലമല്ല. കാര്യതടസ്സം, മനസ്സുഖമില്ലായ്മ എന്നിവ ഫലങ്ങളാകുന്നു. ആയതിനാൽ ഒന്ന് മുൻകരുതൽ എടുക്കുക. അടുത്തത് അവിട്ടം അന്ത്യപകുതി, ചതയം, പുരോരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കുംഭക്കൂറുകാരുടെ 12-ാമിടത്തും 1-ാമിടത്തും 2-ാമിടത്തും 3-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ ഞായറാഴ്ച വൈകുന്നേരം 6:50 വരെ അനുകൂലമല്ല. കാര്യതടസ്സം, ധനനാശം, അമിതമായിട്ടുള്ള ചെലവുണ്ടാകുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു. ആയതിനാൽ ഒന്ന് മുൻകരുതൽ എടുക്കുക. ഞായറാഴ്ച വൈകുന്നേരം 6:50 മുതൽ ചൊവ്വാഴ്ച രാത്രി 11:57 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, സുഖശയനം, ധനാഭിവൃദ്ധി, ശയന സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു. 15-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 11:57 മുതൽ അനുകൂലമല്ല. കാര്യതടസ്സം, കർമ്മങ്ങൾക്ക് വിഘ്നം, മാനഹാനിക്ക് സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു. ആയതിനാൽ ഒന്ന് മുൻകരുതൽ എടുക്കുക. 18-ാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ 3:38 ശേഷം വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, സുഖശയനം, ഭാര്യ ഭർത്തൃ സൗഖ്യം, ദാമ്പത്യസുഖം എന്നിവ ഫലങ്ങളാകുന്നു. ഈ ഫലങ്ങൾ എല്ലാം തന്നെ ശനിയാഴ്ച വരെ സിദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് പുരോരുട്ടാതി കാൽഭാഗം,
ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മീനക്കൂറുകാരുടെ 11-ഇടത്തും 12-ഇടത്തും 1-ഇടത്തും 2-ഇടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ ഞായറാഴ്ച വൈകുന്നേരം 6:50 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, പ്രത്യേകിച്ച് പല വഴികളിൽ നിന്നുള്ള ധനാഗമനം, ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യങ്ങൾ എന്നിവ ഫലങ്ങളാകുന്നു. ഞായറാഴ്ച വൈകുന്നേരം 6:50 ശേഷം 15-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 11:57 വരെ അനുകൂലമല്ല. കാര്യ തടസ്സം, അമിത ചെലവ്, ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു. ആയതിനാൽ മുൻകരുതൽ എടുക്കുക. 15-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 11:57 മുതൽ 18-ാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ 3:38 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, സുഖശയനം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. 18-ാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ 3:38 മുതൽ അനുകൂലമല്ല. കാര്യതടസ്സം, മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ മുൻകരുതൽ എടുക്കുക. കർമ്മങ്ങൾക്ക് വിഘ്നവും കാണുന്നു. എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.